ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ അമ്മ സുവേന്ദുവിനോട് തൻ്റെ മകനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ആ അമ്മ തൻ്റെ മകനോട് മുഖ്യമന്ത്രിയായപ്പോൾ ആവശ്യപ്പെട്ടത്. അത് മാതൃത്വത്തിന്, ഭാരതീയ മാതൃത്വത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ്. കാരണം ഒരു ചെറുപ്പമുള്ളൊരു പെൺകുട്ടിക്ക് വന്ന ദുര്യോഗം, അത് അവർക്ക് അറിയുന്ന ആൾ പോലും ആയിരിക്കില്ല. അത് ആ കുടുംബത്തിനെ ആ കുട്ടിയൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ അതെൻ്റെ കുടുംബത്തിൽ തന്നെയാണ് തോന്നുന്നത്. അമ്മയുടെ ഒരു ഭാവമുണ്ട്. നമുക്ക് സാധാരണ കാണാം, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും പത്രം വായിച്ചിട്ട്, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പത്രം വായിച്ചിട്ട് വിഷമിക്കാൻ കാണുന്നത്, വണ്ടി മുട്ടി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അറിയുന്ന ആൾക്കാരൊന്നും അല്ല, കൊല്ലാത്ത കോഴിക്കോട് കണ്ണൂരൊക്കെ ആയിരിക്കും. പക്ഷെ അത് ആ ഒരു വികാരം ശരിയായ ഉത്തമമായ മാതൃത്വത്തിൻ്റെ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടർ മരിച്ചാൽ, നമ്മുടെ ഇവിടെയും ഒരു ഡോക്ടർ മരിച്ചു, അതിൻ്റെ 3ാം വാർഷികമാണെന്ന് ഡോക്ടർ വന്ദനാദാസ്. ആ സംഭവം ഉണ്ടായ സമയത്ത് ഒരു അമ്മയായ, സ്ത്രീയായ, അല്ലെങ്കിൽ ആദ്യം പറയുന്നത് സ്ത്രീയായ അമ്മയായ ഒരാളെ നമ്മുടെ മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവർ വന്നിട്ട് ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് ആ മോൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സംഭവിച്ചതെന്നാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കയ്യാങ്കളിയും അടിപിടിയൊക്കെ പഠിച്ചിട്ട് വേണം ഡോക്ടറായി വരാമെന്നാണല്ലോ അത് മീൻ ചെയ്യുന്നത്. എനിക്ക് അതിന് വേറെ എന്താ അർത്ഥമുള്ളത്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ടാണ് ട്രോളും കാർട്ടൂണൊക്കെ വന്നത്, മെഡിക്കൽ കോളേജിലെ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അത്ര ലാഘവത്തോടുകൂടി പറയാനായിട്ട് നമ്മളൊരു മിനിസ്റ്റർക്ക് പറ്റി ഇവിടെ. പക്ഷേ ഇത് ഞാൻ അറിയില്ല, ഇനി എവിടുത്തെ കാര്യമാണെന്ന്, എവിടുത്തെ വീട്ടിലെ കുട്ടിയാണെന്ന് അറിയില്ല, എങ്കിലും എനിക്ക് ആ വിഷമം തോന്നുന്നു. ഇതാണ് ആ അമ്മയുടെ വികാരം. അപ്പോൾ അതാണ് അവർ സ്വന്തം മകനോട് ആവശ്യപ്പെടുന്നത്. സ്വന്തം മകൻ സർവശക്തനായ മുഖ്യമന്ത്രി ആയപ്പോഴും അവരാവശ്യപ്പെട്ടത് അതാണ്. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കാഞ്ചീപുരം സാരി മേടിച്ചു തരണമെന്നല്ല അവർ പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു വലിയൊരു ദൗത്യമാണ് ആ അമ്മ സ്വന്തം പുത്രന് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ അതായത് ആ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള കാര്യം കൂടിയാണ്. അത് തന്നെയാണ് ആ മകൻ്റെ അമ്മ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ദൗത്യമായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു നിയമ പാലന, എന്താ പറയുക, നിയമസമാധാന നില തൃപ്തികരവും അല്ലെങ്കിൽ വളരെ എക്സലൻറ്റും ആയൊരു സ്ഥലത്ത് സ്ത്രീക്ക് ഭീഷണി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പറഞ്ഞില്ല. അത് ഈ ഗവൺമെൻറ് അല്ല, അതിനു മുമ്പുള്ള CPM ഗവൺമെൻറ് 77 മുതൽ 33 കൊല്ലം ഉണ്ടായപ്പോൾ അവിടുത്തെ സ്ഥിതി അത് തന്നെയായിരുന്നു. 33 കൊല്ലം CPM ഭരിച്ചപ്പോൾ അതായിരുന്നു എന്ന് പറയുമ്പോൾ ശരി, പക്ഷെ 15 വർഷം ഭരിച്ചത് ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു CPM-നേക്കാൾ വളരെ കൊടൂരമായിട്ടുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും CPM-നേക്കാളും ക്രൂരമായ ഭരണമായിരുന്നു. CPM-കാർ ആ സമയത്ത് ആക്രമിച്ചിരുന്നതാകെ BJP-കാർ, RSS-കാരൻ, പിന്നെ തൃണമൂല് തലപൊക്കാൻ തുടങ്ങിയപ്പോൾ അവരാണ്. അല്ല, കോൺഗ്രസ് എന്ന് അവരങ്ങനെ ആക്രമിച്ചിട്ടില്ല. ഇവരതല്ല, ഇവരുടെ പാർട്ടിയും അല്ലാത്ത എല്ലാവരും ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പരിപാടി. അത് ഇന്ന ആളെന്നില്ല, എങ്ങനെ കൊന്നിരുന്നത്, എത്ര നിഷ്ഠൂരമായിട്ട് BJP-കാരുടെ പ്രവർത്തനം കൊന്നിട്ട് റോഡിലെ മരത്തിൽ കെട്ടിയിടുക, കൊന്നിട്ട് കെട്ടി തൂക്കിയിടുക. ഈ ആർജിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിജയമുണ്ട് അവിടെ നിന്ന്. ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ വിജയിച്ചിരിക്കുകയാണ്. അത് ആ അമ്മയോട്, ആ അമ്മയ്ക്ക് സംഭവിച്ച വേദനയോട്, പിന്നെ ആ സംസ്ഥാനത്തുള്ള മുഴുവൻ പെൺകുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് ആ വോട്ട് ആ അമ്മയ്ക്ക് വീണിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് മോദി തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുമ്പോൾ പോലും അതിനെ ഒരു ഗിമ്മിക്കായിട്ട് കണ്ട മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവർക്കൊരിക്കലും അത് ആ വേദന സ്വന്തമാണ്. ഇപ്പോൾ ഈ അമ്മ പറഞ്ഞതുപോലെ, ഗായത്രി അധികാരി പറഞ്ഞതുപോലെ, അത് അവരവരുടേതാണ് എന്നുള്ളൊരു തോന്നലയില്ല, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ്, അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പമാണ്. ഒരുപക്ഷെ അങ്ങനെ കൂടുതൽ അതിനെ പറഞ്ഞിട്ടുണ്ടാവുക കേരളത്തിലെ മാധ്യമങ്ങളാകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക്, പിന്നെ അവർ ചില ആളെ ടാർഗറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ആൾക്കാർ എന്ത് ചെയ്താലും അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന്.
ഇപ്പോൾ മോഡി ചെയ്യുകയാണെങ്കിൽ അത് ഗിമ്മിക്കാണെന്ന് പറഞ്ഞോളണം. അങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ. അങ്ങനെ ചില നോംസും ഇവർ ചില റൂൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. എന്ത് വന്നു കഴിഞ്ഞാലും ആക്ഷേപിച്ചുകൊണ്ട് തന്നെ പറയാൻ പാടുള്ളൂ. പിന്നല്ല ചില ചാനലുകളിൽ ഈ തമിഴ്നാട്ടിലെ കാര്യം പറയുമ്പോൾ തന്നെ ഗവർണർ ഒപ്പിട്ട് മേടിക്കണമെന്ന് പറയുന്ന സമയത്ത് ലിസ്റ്റ് കൊണ്ടുവന്ന് തരണമെന്ന് പറയുമ്പോൾ അതിനെ ട്രോൾ ചെയ്ത ആൾക്കാരുണ്ട്. അത് BJPയുടെ പ്രതിനിധിയല്ലേ, അപ്പം അങ്ങനെയല്ലേ പറയുള്ളൂ, വിജയ് വരാതിരിക്കാൻ വേണ്ടി. അവിടെ അവിടെ ഗവർണർക്ക് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല. ഗവർണർ നടപടിക്രമങ്ങളാണ് പറഞ്ഞത്. നടപടിക്രമങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ പ്രീസിഡൻസ് ആണ്. നമ്മുടെ മുൻകാലത്തുണ്ടാകുന്ന എന്താ പറയുക, മുൻകാലത്തുണ്ടായ കാര്യങ്ങളുടെ ഒരു രീതി തുടർന്നു വരലാണല്ലോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. മുൻകാലങ്ങളിലുണ്ടായ നല്ല കാര്യങ്ങളെ നമ്മൾ തുടരുക, ചീത്ത കാര്യങ്ങളാണെങ്കിൽ മാറ്റി വയ്ക്കുക. മുൻകാലങ്ങളിൽ ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ ഫേക്ക് ലിസ്റ്റ് ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. സോണിയാഗാന്ധി കൊടുത്ത ലിസ്റ്റിൽ അന്ന് പിന്നീട് മുലായം സിംഗ് യാദവ് ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നീടുള്ള ഗവർണർമാരും രാഷ്ട്രപതിമാരൊക്കെ ലിസ്റ്റ് ചോദിക്കുന്നത്. അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് സിംഗിൾ ലാർജസ്റ്റ് മാത്രമാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. എനിക്ക് പിന്തുണയുണ്ട്, ചിലരൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. റെക്കോർഡായിട്ട് തന്നെ കൊടുക്കണം, ഡോക്യുമെൻ്റലായിട്ട് എവിഡൻസ് കൊടുക്കണം. അപ്പോൾ അപ്പോഴും ഗവർണറെ ട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ മോഡിജി അദ്ദേഹത്തിന് ഈ അമ്മയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് ട്രോളായി, ഗിമ്മിക്കാണ്. അത് കൂടാതെ ഇന്നലെ സത്യപ്രതിജ്ഞാ വേളയിൽ അദ്ദേഹം ബംഗാൾ തങ്ങൾക്ക് നൽകിയ ആ ജനങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അതിനെയും വളച്ചൊടിച്ചു. അത് അദ്ദേഹം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അത് ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ട് പാർലമെന്റ് മന്ദിരം കാണുന്നത്. അങ്ങനെ കയറിയിട്ടില്ല. അങ്ങനെ അസംബ്ലിയും കാണുന്ന ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണെന്ന് പറഞ്ഞത്. സിസ്റ്റേഴ്സ് ഗാലറി പോയിട്ട് കാണാൻ പോയി. അങ്ങനെ പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക്. ഇവൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എനിക്കിതുവരെ അതിന് സമയം കിട്ടിയിട്ടില്ല. അതിന് ഞാൻ ബോധർ ചെയ്തിട്ടില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മോഡിജി അത് രണ്ടും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ആദ്യം അസംബ്ലി കാണുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ആദ്യം പാർലമെൻറ്റ്. ഞാൻ ഇത്ര കൊല്ലം അധികം ഡൽഹി കേന്ദ്രമായിട്ട് പുറത്ത് അദ്ദേഹത്തിന് കാണാൻ തോന്നില്ല. അപ്പോൾ ആ സമയത്ത് നെറ്റി തൊട്ട് നമസ്കരിച്ച് കയറിയപ്പോൾ അതിനെ പരിഹസിക്കുന്നു. അതെ, പിന്നാലെ അദ്ദേഹം 92 വയസ്സോ മറ്റോ ആയുള്ള ജനസംഘത്തിൻ്റെ കാലം മുതലുള്ള ശ്യാംപ്രസാദ് മുഖർജിയുടെ ഏറ്റവും അടുത്ത ആൾ. ശ്യാംപ്രസാദ് മുഖർജി ജയിലിൽ കിടന്ന് മരിക്കുകയാണല്ലോ ചെയ്തത് കാശ്മീരിൽ. അപ്പോൾ അന്ന് ജയിലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, 94 വയസ്സ്. അദ്ദേഹത്തിനെ സ്റ്റേജിൽ ഇരുത്തിയിരുന്നു എന്നല്ലേ സത്യപ്രതിജ്ഞയ്ക്ക്. അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ച പ്രധാനമന്ത്രി. അതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളൊരു പുഷ്പാർച്ചന ചെയ്യുമ്പോൾ ചെരുപ്പൂരിയിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ചെരുപ്പൂരിയിട്ടല്ലേ ചെയ്യുള്ളൂ ചടങ്ങിൽ. അപ്പോൾ ആ തരത്തിലുള്ള നമ്മുടെ ഭാരതീയമായ ചില സംസ്കാരങ്ങളുണ്ട്. അതിനെ പരിഹസിക്കുക, കളിയാക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത്. അത് ഇതിൽ കൂടുതൽ മര്യാദ അവരിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട കേട്ടോ. അവരങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഇവിടെ കേരളത്തിലെ KK രമയെ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് പരിഹസിച്ച CPM നേതാക്കന്മാരുണ്ട് ഇവിടെ. ഒരു ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ വികാരം മനസ്സിലാക്കാതെ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നു. അപ്പം അതൊരു തെറ്റായ ഒരു സംസ്കാരത്തിൻ്റെ പ്രകടീകരണമാണത്. നമ്മുടെ മനസ്സിൽ സംസ്കാരം ഇല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ അത് വരും. ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അമ്മ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഒരു ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൾട്ടി ടാസ്ക് കിടക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നന്നാക്കണം, പിന്നെ അതനുസരിച്ച് ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കാർഷിക കാര്യങ്ങളെല്ലാം എന്തെന്നാ പറയുക, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വീണ്ടും കെട്ടിപ്പടുക്കണം. കാരണം അതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഇൻഡസ്ട്രി ഇല്ല, കൃഷി മര്യാദയ്ക്കില്ല, ഒന്നും ശരിക്കും നടക്കില്ല, സമാധാനമില്ല. എപ്പോഴും കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ആൾക്കാരെ തല്ലലും എല്ലാം. നന്ദിഗ്രാമിൻ്റെ പേരും പറഞ്ഞു വന്ന ആളാണ് പിന്നീട് അതിലും ഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അവരൊരു സ്ത്രീയാണെന്ന് പറഞ്ഞൊരു മാതൃഭാവത്തോടുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയും അവർ വിവാഹിത അല്ലെങ്കിൽ പോലും ഒരു മാതൃഭാവം ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ. പക്ഷെ അതിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു ലേഡിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള എല്ലാ അക്രമങ്ങളും അവിടെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി അവർ വെറുതെ ഇരിക്കില്ല. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമാണ്. ഞാൻ രാജിവെക്കില്ല, എനിക്ക് അധികാരം പോയിട്ടില്ല എന്നും പറഞ്ഞ് പിടിച്ചു വെക്കാൻ ശ്രമിച്ച ട്രംപ് മോഡലിൽ
ഭ്രാന്ത് കാണിച്ച ആളാണ് അവർ. അപ്പോൾ ചിലർ പറയാറുണ്ട് അവർ സൈക്കോപാത്താണെന്ന്. കാരണം ചിരിച്ചുള്ളൊരു മുഖം കാണില്ല. അവർ ചിരിച്ചിട്ടുള്ളൊരു ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, വിഷ്വലും കണ്ടിട്ടില്ല ടി വിയിൽ. അതുകൂടാതെ അവർക്ക് ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നമ്മുടെ പണ്ട് നാടൻ ഭാഷയിൽ പറയാം, സിംഹത്തിനെ കൂട്ടിലിട്ട പോലെ എന്ന് പറയും, അല്ലെങ്കിൽ വെരുവിനെ എന്നും പറയും, രണ്ടും പറയാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരാൾ. അപ്പോൾ അവർ ഇനിയും കൂടുതൽ കോലാഹലങ്ങൾ അവിടെ ഉണ്ടാക്കും. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്തും ലോ ആൻഡ് ഓർഡർ ഇവർ നടക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.